സിനിമാ കഥയല്ല, ജീവിതമാണ്. അനുജൻ കൂലിപ്പണിക്ക് പോയി ചേട്ടനെ പഠിപ്പിച്ച് അധ്യാപകനാക്കി. സഹോദര ബന്ധത്തിന്റെ ആഴമറിയണമെങ്കിൽ ഇവിടേക്ക് വരണം. കൊല്ലം ജില്ലയിലെ പട്ടാഴി മാലൂരിലേക്ക് കൂലിപ്പണിക്ക് പോയി പണം കണ്ടെത്തി ജ്യേഷ്ഠനെ പഠിപ്പിച്ച് കോളേജ് അധ്യാപകനാക്കിയ ഒരനുജൻ ഇവിടെയുണ്ട്. പേര് സഫ്രാരിസ്. പത്തനാപുരം മാലൂർ കോളേജിന് സമീപം മലശ്ശേരി പടിഞ്ഞാറ്റിയതിൽ ഷാജിമോൻ ഷീജ ദമ്പതികളുടെ മക്കളാണ് അഫ്രാരിസും സഫ്രാരിസും. രണ്ടുപേരും നാട്ടിലെ താരമാണിപ്പോൾ. അനുജന്റെ കഷ്ടപ്പാടിന്റെ വില നന്നായി അറിയാവുന്ന ജ്യേഷ്ഠൻ പഠിച്ചെന്ന് മാത്രമല്ല, UGCയും JRFും പാസ്സായി ഇന്ത്യയിൽ 90 പേരിൽ ഒരാളായി മിന്നും വിജയം നേടി. +2 കഴിഞ്ഞതോടെ മൂത്ത മകൻ അഫ്രാരിസിനെ ഉപരിപഠനത്തിന് വിടാൻ മാതാപിതാക്കൾക്ക് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. പഠനത്തിൽ മിടുക്കനായ ജ്യേഷ്ഠനെ പഠിപ്പിക്കാൻ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ സഫ്രാരിസ് 15ാമത്തെ വയസ്സ് തൊട്ട് കൂലിപ്പണിക്ക് പോയി തുടങ്ങി. തടിപ്പണിക്കും മീൻകടയിൽ നിൽക്കാനും ഉത്സവത്തിന് കുലുക്കി സർബത്ത് വിൽക്കാനും മടിച്ചില്ല. കുറച്ചുനാൾ ബാംഗ്ലൂരിൽ പോയും ജ്യേഷ്ഠന്റെ പഠനത്തിനും വീട്ടുചെലവിനും പണം കണ്ടെത്തി. ഈ ജോലിക്കിടയിലും +2 പഠനം സഫ്രാരിസ് പൂർത്തീകരിച്ചു. തുടർന്ന് AC മെക്കാനിക്കൽ പഠിക്കാൻ പോയെങ്കിലും ജ്യേഷ്ഠന്റെ പരീക്ഷകൾക്കും പഠനത്തിനും വീട്ടിലെ ലോണുകൾ അടയ്ക്കാനും പണം കൂടുതൽ കണ്ടെത്താനായി സഫ്രാരിസ് പഠനം നിർത്തുകയായിരുന്നു. തനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും UGC നെറ്റ് പരീക്ഷയും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും ജ്യേഷ്ഠന് നേടാൻ കഴിഞ്ഞതിലുള്ള നിറഞ്ഞ സന്തോഷത്തിലാണ് സഫ്രാരിസ്. ഈ നേട്ടമെല്ലാം അനുജന്റെ അധ്വാനത്തിന്റെ വിജയമാണെന്നാണ് അഫ്രാരിസ് പറയുന്നത്. 7 ലക്ഷം പേർ എഴുതിയ പരീക്ഷയിൽ 4000 പേർക്കാണ് വിവിധ വിഷയങ്ങളിൽ ജൂനിയർ ഫെലോഷിപ്പ് ലഭിച്ചത്. കൊമേഴ്സിൽ കേരളത്തിൽ നിന്നും അഫ്രാരിസിന് മാത്രമാണ് ഫെലോഷിപ്പ്. PhD പഠനത്തോടൊപ്പം വീടിനടുത്തുള്ള മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അഫ്രാരിസ്. ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ ലോകത്ത് എല്ലാവർക്കും ഉദാഹരണമായിരിക്കുകയാണ് ഈ ചേട്ടനും അനിയനും. അവരുടെ ബന്ധം എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം നേടുകയും മറ്റാളുകൾക്കെല്ലാം ഒരു മാതൃകയാക്കാനും സാധിക്കുന്ന ജീവിതമാണ് അനിയന്റെയും ചേട്ടന്റെയും കഥ. സ്വന്തം ചേട്ടന് വേണ്ടി തന്റെ നല്ലൊരു ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച അനിയന്റെ കഥ. ചേട്ടന്റെ പഠനത്തിന് വേണ്ടി തന്റെ ഭാവി മാറ്റിവെച്ച് ജോലിക്കിറങ്ങിയ ഒരനിയന്റെ കഥ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരനിയനെ കിട്ടുക എന്നത് തന്നെയാണ് ആ ചേട്ടന്റെ ഏറ്റവും വലിയ ഭാഗ്യവും.